ഹേയ്, എന്താ ചെയ്തോണ്ടിരിക്കുന്നെ? സ്ക്രോളിംഗ് ആണോ? ആസ് യൂഷ്വൽ തിങ് ആണല്ലേ. ഇത് സ്ക്രോൾ ചെയ്യരുത്. കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് പ്രണയത്തിനെ പറ്റിയും കാശിനെ പറ്റിയാണ്. ഞാൻ ഒരു അനാലിസിസ് നടത്തി നോക്കിയായിരുന്നു. ഒരു വീഡിയോയ്ക്ക് വേണ്ടി തന്നെ ചെയ്ത ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങളൊരു ഷെയർ ചെയ്യണമെന്ന് തോന്നിയിട്ട് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിലോട്ട് വരുന്നതാണ്. എന്താണെന്നറിയോ, നമ്മളിപ്പോൾ ഗൂഗിൾ പേയിൽ ടിങ് സ്കാൻ ചെയ്ത് പോവുകയാണോ ഓരോരോ സെക്കൻഡും. അപ്പോൾ പണ്ട് പേഴ്സിൽ ആസ് എൻ 80s കിഡ് പണ്ടത്തെ പേഴ്സിൽ ഒരു 500 രൂപ നോട്ട് ഉണ്ടെങ്കിൽ ആലോചിച്ച് ചിലവാക്കുന്ന നമ്മൾ ഇപ്പം എവിടെയൊക്കെയോ മരിച്ചു പോയോ എന്നുള്ളൊരു ഫീലിംഗ് ഇല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഡൈനിങ്ങിൽ പോയിട്ട് ഞാനും കൂടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആര്യ എൻ്റെ കൊച്ചിനോട് പറഞ്ഞു, എടാ നീ ഒന്ന് പോയി ട്രാൻസാക്ഷൻ ചെയ്തേരെ. അപ്പം എനിക്ക് മണിയോട് എന്തെങ്കിലും ഇമോഷൻ ഉണ്ടായോ? എൻ്റെ കൊച്ചു പോയി, എൻ്റെ 10 വയസ്സായ കൊച്ചു പോയി ആ ട്രാൻസാക്ഷനും ആ ബില്ലും പേ ചെയ്തു. വാട്ട് ഡിഡ് ഹാപ്പൻ? അപ്പോൾ ആ ഒരു കാര്യത്തിൽ റിയലൈസേഷൻ ഉണ്ടായിട്ട് നിങ്ങളോട് പറയുകയാണ്, വാല്യൂ ചെയ്യുക നിങ്ങളുടെ കയ്യിൽ എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ. കാര്യം എന്താണെന്ന് വെച്ചാൽ നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ എന്തിനും വാല്യൂ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ നമ്മുടെ ഫസ്റ്റ് ലവിനെ പറ്റി ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫേസ് ആയിട്ട് കൊണ്ട് നടക്കുന്നത്. ആ ഒരു പ്രണയത്തെ പറ്റി ഒരുപാട് നമ്മൾ സംസാരിക്കുന്നതും ഒരുപാട് നമുക്ക് ആ ഒരു ഇമോഷൻ ക്രിയേറ്റ് ആവുന്നതും. അപ്പോൾ നഷ്ടപ്പെടുത്താണ്ടിരിക്കുക. കാശായാലും പ്രണയമായാലും ഈ ഒരു സമയത്ത് വാലന്റൈൻസ് ഡേ എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ വിഷ് ചെയ്യുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇമോഷണലായിട്ട് കണക്ട് ചെയ്യുക, വാല്യൂ ഉണ്ടാവുക, റെസ്പെക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. Stay tuned with me. Thank you.